നമുക്ക് ഈ പോയിന്റ് തന്നെ തുടരാം. ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP അംഗം കൂടിയായ ശ്രീ ഗോപകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപകുമാർ, ഈ വിഷയത്തിൽ ഇപ്പോൾ അല്പം മുൻപ് സംസാരിച്ച ഷിജു ഖാൻ പറഞ്ഞത് ഇങ്ങനൊരു സെമിനാർ എവിടെയും നടക്കുന്നില്ല, സെമിനാറിന് അനുമതി തേടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പരാമർശം മാത്രമാണ് ഈ വിഷയത്തിൽ ആകെയുള്ളത്. അത് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അപ്പോൾ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഈ വിഷയം ഇങ്ങനെ ഒരു വലിയ ചർച്ചയായി ഉയരുന്നത് എങ്ങനെയാണ്? ഇന്നലെ സിൻഡിക്കേറ്റിൽ VC-ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു എന്ന് കേൾക്കുന്നു. താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അറിവ് എന്താണ്? ഇത് സെമിനാർ ആണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇതിന്റെ പേരിനെ സംബന്ധിച്ചല്ല ഇപ്പൊ തർക്കമുള്ളത്. ഒരുപക്ഷെ സെമിനാർ എന്നുള്ള പേരിലായിരിക്കില്ല അവർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവരുടെ പ്രതിവാര ചർച്ചാ പരിപാടി അല്ലെങ്കിൽ സംവാദം എന്നുള്ള പേരിലായിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിന്റെ പേര് സംബന്ധിച്ചുള്ള തർക്കത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് രാജ്യത്തിനും സൈന്യത്തിനും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തില് കേരള സർവകലാശാല ഈ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ സൈന്യത്തിനും സർക്കാരിനും അപകടം വരുത്തുന്ന തരത്തിൽ, അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പരിപാടി ഏറ്റെടുക്കുന്നതിനെയാണ് സിൻഡിക്കേറ്റിൽ ഞങ്ങൾ എതിർത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ഇത് സെമിനാർ അല്ല, അതുകൊണ്ട് ഇതിനെ അങ്ങനെ എതിർക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് ഇതിനെതിരായിട്ട് നിലപാടെടുത്ത വൈസ് ചാൻസലർ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നാണ് സിൻഡിക്കേറ്റിലെ കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ സെമിനാർ അല്ലെങ്കിൽ ഈ സംവാദ പരിപാടി നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേരള സർവകലാശാല കേന്ദ്രീകരിച്ചാകുമായിരുന്നു. പക്ഷേ ഡോക്ടർ ഗോപകുമാറിന്റെ സംശയം, ഒരു സെമിനാർ ആണെങ്കിൽ അതിനൊരു രൂപം ഉണ്ടല്ലോ, അതിനൊരു അനുമതി തേടേണ്ടതുണ്ട്, ആ പരിപാടി സംഘടിപ്പിക്കേണ്ട അത് ശരിയാണ്. അങ്ങനെ ഒഫീഷ്യലായ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അങ്ങനെ ഒരു സെമിനാർ നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ആകെ ഉണ്ടായിട്ടുള്ളത് ഒരു പത്ര കട്ടിങ് വെച്ച് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നു. അതിന്മേൽ 1-2 വാചകങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. അവിടെ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഇവിടെ കൂട്ടിച്ചേർക്കാം. തീർച്ചയായിട്ടും അവിടെ കേരള സർവകലാശാലയുടെ തമിഴ് വിഭാഗം അവരുടെ പ്രതിവാര ചർച്ചാ പരിപാടി അല്ലെങ്കിൽ പ്രതിവാര സംവാദ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ സംവാദത്തിന് ഈ വിഷയമാക്കിയത്. അപ്പൊ ഓരോ ആഴ്ചയിലും, എല്ലാ വെള്ളിയാഴ്ചയിലും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ചയിലും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് തമിഴ് ഡിപ്പാർട്ട്മെന്റ് ഒരു സംവാദ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. സെമിനാർ എന്നുള്ളത് ഞാൻ വാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ സംവാദ പരിപാടിയുടെ വിഷയമാണ് അവർ മുൻകൂട്ടി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ഈ പങ്കാളികൾ അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അറിയിപ്പ് എന്നുള്ള നിലയിൽ നൽകിയിട്ടുള്ളത്. ആ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പഹൽഗാമില് ഏപ്രിൽ മാസം 22-ാം തീയതി ഉണ്ടായ കൂട്ടക്കുരുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അറിഞ്ഞുകൊണ്ട് ആസൂത്രണം ചെയ്തതാണ്. അതിന് ആസൂത്രണം ചെയ്ത പരിപാടി അവർ ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരും സംഘപരിവാർ സംഘടനകളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയും കാശ്മീരിൽ നടത്തിയ കൂട്ടക്കൊലയെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വിപ്ലവ ജനാധിപത്യ ശക്തികളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ആഹ്വാനം ഏറ്റെടുത്ത് ഈ പരിപാടി നടന്നിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ശ്രദ്ധ, നമ്മുടെ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ, ബഹുജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഇവിടേക്ക് കേന്ദ്രീകരിക്കുമായിരുന്നു. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. സെമിനാർ എന്നോ അല്ലെങ്കിൽ സംവാദ പരിപാടി എന്നുള്ള ആ പേരിലുള്ള ചർച്ചയ്ക്ക് ഡോക്ടർ ഗോപകുമാർ, നമ്മളൊക്കെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ നന്നായി അറിയുന്നവരാണ്. പല വിഷയങ്ങളും ഇങ്ങനെ ചർച്ചയ്ക്ക് വെക്കാമെന്നൊക്കെ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ, പ്രത്യേകിച്ച് ഒരു സർവകലാശാല ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ അത് സ്വാഭാവികമായി വരുന്നതാണ്. പക്ഷെ ആ വിഷയം ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നത് പിന്നീടായിരിക്കും. ഈ വിഷയം ചർച്ച ചെയ്തൂടെ, ഇങ്ങനെയൊരു ചോദ്യം ചർച്ച ചെയ്തൂടെ എന്നൊരു ചോദ്യം വരുന്നു. ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച വന്നില്ല. സെമിനാറിന് അല്ലെങ്കിൽ ഈ ആഴ്ച തോറുമുള്ള സംവാദ പരിപാടിയിലേക്ക് ആ വിഷയം വന്നിട്ടില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തമ്മിൽ ഒരു സംസാരം നടന്നാൽ അത് ഇത്രയേറെ വലിയ പ്രശ്നമാണോ? അല്ല, മുൻകാലങ്ങളിലും ഈ തരത്തിൽ അവരുടെ സംവാദ പരിപാടിയുടെ അറിയിപ്പ് കൊടുക്കുന്നതും വിഷയം പങ്കുവെക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ആ മാതൃക തന്നെയാണ് ഇവിടെയും തുടർന്നത്. അല്ലാതെ മുൻകാലങ്ങളിൽ അങ്ങനെ വലിയ പോസ്റ്റർ അടിച്ചോ നോട്ടീസ് അടിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രചാരണം നടത്തിയോ അല്ല ഈ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ആസൂത്രണം ചെയ്തത്. വളരെ കരുതിക്കുട്ടി തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. അത് നടക്കാതെ പോയതിനെ ആശ്വസിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ശരി, ശ്രീ മുരളീധരൻ കൂടി, സിൻഡിക്കേറ്റ് അംഗം ശ്രീ മുരളീധരൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുരളീധരൻ, ഇപ്പോൾ ശ്രീ